ഹലോ ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ ഡേ 2 ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഡേ 2 നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യും എപ്പിസോഡിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ ആളുകളെ വിളിക്കണം. ഐ മീൻ ബാക്കി വന്ന 20 മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയ പോലുള്ളൊരു ഗെയിമാണ്. ഫസ്റ്റ് തന്നെ ഇൻട്രോയിൽ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല, അവർ ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ തുടങ്ങുന്നത് എന്താ പറയുക, ഇന്നലെ നടന്ന ഒരു ഇൻസിഡൻറ്റുമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുള്ള ടോക്കിംഗ് ആണ് അവിടെ നടന്നത്. അതായത് നമുക്ക് അറിയാം, പൂജ പറഞ്ഞ കണ്ടസ്റ്റൻ്റ് തന്നെ കീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ആ കീ എന്താ പറയുക, പൂജ എന്തോ അങ്ങനെ കരഞ്ഞ് ഇതാക്കിയിട്ടാണ് വാങ്ങിയെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ അതിലൊരു കണ്ടസ്റ്റൻ്റ്, ഇപ്പോൾ വന്ന കണ്ടസ്റ്റൻ്റ് പറയുന്നത് അവരുടെ കയ്യിലും ഇതേ ക്ലോസ് ഉണ്ടായിരുന്നു, അവർക്കൊന്നും തുറക്കാനുള്ളൊരു അവസരം കൊടുത്തില്ല. പക്ഷേ അത് ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ചിലപ്പം കൊടുത്തേനല്ലേ. എന്തായാലും അവിടെ ഒരു ടോക്കിംഗ് ആണ് ഉള്ളത്. പക്ഷേ അവിടെ രഞ്ജിനി കുറച്ച് ഹാർഡായി തന്നെ സംസാരിക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ കളിച്ചാണ് ജയിക്കേണ്ടത്, അല്ലാതെ സംസാരിച്ച് ജയിക്കാനുള്ളതല്ല. എന്താണ് കൊടുത്തത് ടാസ്ക്, ആ കൊടുത്ത ടാസ്ക് ജയിച്ചിട്ടാണ് വരേണ്ടത്. അവിടെ ഇന്നലെ അങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട, കളിച്ച് ജയിക്കാൻ തയ്യാറാണോ എന്നാണ് രഞ്ജിനി ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരൊരു ബിഗ് ബോസ് ഹൗസ് ആക്കാൻ നോക്കുകയാണ്, നമ്മുടെ അഗ്നി പരീക്ഷ ഹൗസും എന്നെനിക്ക് തോന്നുന്നു. എന്നാലും നമുക്ക് നോക്കാം, ക്ലൂ ഉണ്ടായിട്ടും സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കേണ്ടി വന്ന ഇവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വഴിയെ അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട് കേട്ടോ.